നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അവൾക്കൊരു ആശ്വാസം. അവളവനെ സ്വയം മനസ്സിലാക്കുന്നെങ്കിൽ മനസ്സിലായിക്കോട്ടെ. അല്ലദാസ്, രാത്രിയിൽ ചീരു സ്റ്റേഷനിൽ കാത്തുനിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു. അവൾക്ക് ഇങ്ങോട്ട് വരായിരുന്നു. ഇങ്ങോട്ട് വന്നത് മുതൽ ഒരേ അലച്ചിൽ തന്നെ ആയിരുന്നില്ലേ അവൾക്ക്? ഇപ്പൊ രണ്ടാമതും അവളെ വിളിച്ചത് പറയാൻ വേണ്ടിയാ. ചീരു ഇങ്ങോട്ട് വരായിരുന്നാ. അപ്പോഴാണ് അവളുടെ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ലോ എന്ന് ഓർത്തത്. അത്യാവശ്യത്തിന് വീട്ടിൽ നിന്ന് എന്റെ ഡ്രസ്സ് ഉപയോഗിക്കായിരുന്നല്ലോ അങ്കിളെ. അത് വീട്ടിൽ ഉപയോഗിക്കാനല്ലേ പറ്റുമോളെ. അവൾക്ക് നാളെ വീണ്ടും ദയുടെ കൂടെ പോകാനുള്ളല്ലേ. അതുകൊണ്ട് അവള് വിനയന്റെ വീട്ടിലിരിക്കുന്ന അവളുടെ ഡ്രസ്സ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടേക്ക് വരുന്ന ദൂരം പോലും ഇല്ലല്ലോ വിനയന്റെ വീട്ടിലേക്ക്. അങ്കിൾ എന്തൊക്കെയാ പറയുന്നേ? ചീരു ചേച്ചി വിനയേട്ടന്റെ കൂടെ വിനയേട്ടന്റെ വീട്ടിലേക്ക് പോയെന്നോ? അതും ഈ രാത്രിയില്? അതെന്താ, ഭാര്യയ്ക്കും ഭർത്താവിനും രാത്രിയിൽ ഒന്നിച്ച് യാത്ര ചെയ്തുകൂടെ? അതല്ല അച്ഛാ, ചീരു ചേച്ചിക്ക് വിനയേട്ടനെ പേടിയായിരുന്നില്ലേ? എനിക്കതെപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ചീരു എന്നോട് അഭിപ്രായം ചോദിച്ചിട്ട് തന്നെ പോയത്. വിനയനോട് ഇങ്ങനൊരു ആവശ്യം പറഞ്ഞതും അവളാ. ഒരുപക്ഷെ ചീരു അവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി കൂടിയായിരിക്കും. ദൈവം എപ്പോഴും എന്നെ ഒരു കൈകൊണ്ട് ഇങ്ങനെ തല്ലുമ്പോ മറു കൈകൊണ്ടും തലോടാറുണ്ട്. ഇനിയിപ്പോ എല്ലാം ദൈവനിശ്ചയം പോലെ നടക്കട്ടെ. അണ്ണൻ പോയി കിടക്കണം. പോയി ഒന്ന് റിലാക്സ് ചെയ്താല് ഒന്ന് കൂളാവും. ശരി ദാസ്.